മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ രേവതി പതിവ് പോലെ അടുക്കളയിൽ കിടന്ന് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നുണ്ട്. അല്ല, എന്താണ് ഇന്ന് കാപ്പിക്ക്? അല്ലമ്മേ, ഇന്നലെയല്ലേ അമ്മ പറഞ്ഞത് ദോശയ്ക്ക് അരച്ചു വെക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ ദോശയ്ക്ക് അരച്ചു വെച്ചു. രാവിലെ ദോശയാമേ എന്ന് പറയുന്നുണ്ട്. ആ, ദോശയുടെ കൂടെ കുറച്ച് ചപ്പാത്തിയും കുറച്ച് ഇടിയപ്പവും കൂടെ ഉണ്ടാക്കിക്കോ. അയ്യോ അമ്മേ, എന്തിനാ അതൊക്കെ നിന്നോട് പറഞ്ഞ കാര്യമുണ്ടോ? ഉണ്ടാക്കാൻ പറഞ്ഞാലേ ഉണ്ടാക്കിയാൽ മതി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രവി വരുന്നുണ്ട്. എന്താ ചന്ദ്രേ, രാവിലെ ദോശ ഉണ്ടാക്കാൻ നീ തന്നെ ഇല്ലെന്നില്ല പറഞ്ഞത്? ഞാനത് കേട്ടായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ നീ എന്താ ഇങ്ങനെ പറഞ്ഞേ? ആർക്കാ ഇപ്പൊ ഇടിയപ്പവും അതുപോലെ ചപ്പാത്തിയൊക്കെ? അല്ല രവിയേട്ടാ, ഇപ്പോ സുതിമോനാണെങ്കിൽ രാവിലെ ഓഫീസിലേക്കൊക്കെ പോന്നതല്ലേ. അവനാണെങ്കിലോ നല്ല ആരോഗ്യത്തോടെ പണിയെടുക്കണം. അതുകൊണ്ടാ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞത്. രാവിലെ മോൻ എന്താണ് ഇഷ്ടം അത് കഴിക്കട്ടെ. പണ്ട് തൊട്ടേ അവന് ഇടിയപ്പം ചപ്പാത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് മോൻ ഇഷ്ടമുള്ളിടത്ത് കഴിക്കട്ടെ എന്ന് ഓർത്തിട്ടാ ചന്ദ്രേട്ടാ രവിയേട്ടാ എന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അച്ഛാ ഈ സമയം ഇപ്പോൾ 8 മണിയായി. എനിക്കാണെങ്കിൽ 9 മണിയാകുമ്പം പൂ എടുക്കാനായിട്ട് പോകേണ്ടതാ. ഞാൻ ഉച്ചയ്ക്കത്തേനുള്ള ചോറും കറികളും എല്ലാം റെഡിയാക്കി, തുണികളെല്ലാം വാഷ് ചെയ്തു, പാത്രമെല്ലാം കഴുകി, വീടിൻ്റെ അകവും പുറവും എല്ലാം തൂത്തുവാരി എല്ലാം ക്ലീൻ ചെയ്തു. രാവിലെ ഞാൻ 4 മണിക്ക് എണീറ്റതാ. കണക്ക് പറയാണെന്ന് അച്ഛൻ കരുതരുത്. ഞാൻ ദോശയും അതിനുള്ള സാമ്പാറും അതിനുള്ള ചട്നിയും എല്ലാം റെഡിയാക്കി. ഇനിയിപ്പോൾ എനിക്ക് ഇടിയപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ സമയമില്ല അച്ഛാ. ഇനി ആകെപ്പാടെ 1 മണിക്കൂറുള്ളൂ. ഞാൻ രാവിലെ തൊട്ട് അടുക്കളയിൽ കിടന്ന് പണിയെടുത്ത് ഞാൻ മുഷിഞ്ഞു. എനിക്കൊന്ന് കുളിക്കണം, എന്തെങ്കിലും ഒന്ന് ആഹാരം കഴിക്കണം, എന്നിട്ട് വേണം പോവാന് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, പിന്നെ നീ വലിയ IAS ഉദ്യോഗസ്ഥനല്ലേ പോണത്? ആ വഴിയരികിലോ വല്ല വീട്ടുകളിൽ പോയിട്ട് 50 രൂപയുടെ 100 രൂപയുടെയും പൂ കൊടുക്കാനല്ലേ പോണത്? അത് ഇച്ചിരി താമസിച്ചാലും മുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ശ്രുതിയുടെയും കാര്യം അങ്ങനല്ല. ശ്രുതിയാണെങ്കിലോ ആ ബ്യൂട്ടി പാർലറിൽ പോയി ജോലി ചെയ്യാനുള്ളതാ. ശ്രുതിമോനാണെങ്കിലോ ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരു ഷോപ്പിന്റെ തന്നെ ഓണറാ. അത്രയും വലിയ ഷോപ്പൊക്കെ നിനക്ക് സ്വപ്നം കാണാൻ പറ്റൂ? അതിലുള്ള ഏറ്റവും വില കുറഞ്ഞ സാധനമല്ലേ നീയും സച്ചിയും പോയി എടുത്തത് തന്നെ. പിന്നെ നീ അങ്ങോട്ട് ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി എന്ന് പറയുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, നിനക്ക് അല്പമെങ്കിലും മനസാക്ഷിയുണ്ട് ചന്ദ്രേ. അല്ല, ഇവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഇവളുടെ അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ പണം ഇല്ലാതായി പോയിട്ടോ എന്ന് ചോദിക്കാണ്. അതേ രവിയേട്ടാ, അത് തന്നെയാ കുഴപ്പം. ബാക്കി 2 മരുമക്കളെ കണ്ടില്ലേ, എന്തുമാത്രം സ്വത്ത് സമ്പാദ്യം ഉള്ളത്. വർഷയാണെങ്കിലോ പിന്നെ പറയണ്ട, ഭയങ്കര കാശുകാരി. മറ്റേ പെൺകുട്ടിയാണല്ലോ മലേഷ്യക്കാരി. 2 പേരെയും കൊണ്ട് എനിക്ക് അടുക്കളപ്പണി ചെയ്യിക്കാൻ ഒക്കോ? ഈ നാട്ടിൽ വളർന്ന ഇവിടുത്തെ എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്നും 5ഉം 10ഉം വാങ്ങിച്ച് പൂക്കച്ചവടം നടത്തുന്ന ഇവളുടെ അമ്മയുടെയൊക്കെ ഈ തറവാടത്തിനും അന്തസ്സിനും ഇത് തന്നെ മതി എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രനാണെങ്കിൽ ചന്ദ്രയുടെ നേരെ കൈ ഉയർത്താണ്. ഭാര്യയെ തല്ലുന്നത് ആണത്വമില്ലാത്തവന്മാരാണെന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ മുഖത്തേക്ക് കൈ വെക്കാത്തത്. അല്ലെങ്കിൽ എപ്പോഴേ നിന്നെ അടിക്കേണ്ട സമയം കഴിഞ്ഞു. നീ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുതെന്ന് പറയുമ്പം ചന്ദ്ര പറയാണ്, നിങ്ങൾ അടിച്ചോ, ഇവക്ക് വേണ്ടി നിങ്ങൾ അതല്ല അതിലപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയാം. നിങ്ങളാണല്ലോ ഇവളെ കൂട്ടിക്കൊണ്ടുവന്നത്. എൻ്റെ ഈശ്വര, ഏത് നേരത്താണോ ഇവളുടെ അച്ഛന് ഇങ്ങാറെ വണ്ടിയുടെ മുമ്പ് ചാടാൻ തോന്നിയത്? വേറെ വല്ല ട്രെയിന് മുമ്പിലായാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ അയാളുടെ എല്ലാ സഹനശക്തികളും മറികടന്ന് ചന്ദ്രയുടെ മുഖത്തേക്ക് ഒറ്റടി വെച്ചു കൊടുക്കുന്നുണ്ട്. അച്ഛ എന്നും പറഞ്ഞിട്ട് രേവതിയാണെങ്കിൽ രവീന്ദ്രന്റെ കൈക്ക് പിടിക്കുന്നുണ്ട്. വിടുമോളെ, ഇവളെ ഞാൻ കൊല്ലും, ഇവളിനി ജീവനോടെ ഇരിക്കണ്ട എന്നും പറഞ്ഞിട്ട് രവീന്ദ്രൻ ബഹളം വെക്കുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ഇയാളിനെ തല്ലിക്കൊല്ലുന്നതെന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹളം വെക്കാണ്. അപ്പോഴേക്കും സച്ചിയും ശ്രുതിയും വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തുമൊക്കെ അങ്ങോട്ടേക്ക് ഓടിയാണ്. എന്താമേ, എന്താ കാര്യം, എന്തിനാ ബഹളം വെക്കുന്നതൊക്കെ ചോദിക്കാണ്. ഈ സമയം രവീന്ദ്രനെ പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ, അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. സച്ചി ചോദിക്കാണ്, എന്താ രേവതി, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം രേവതി പറയുന്നുണ്ട്, അച്ഛൻ നല്ല ദേഷ്യത്തിലാ, അമ്മേനെ അടിച്ചു, അമ്മേനെ കൊല്ലുന്നു പറഞ്ഞ് ബഹളം വെക്കാന്നൊക്കെ പറയുമ്പം ശ്രീകാന്ത് പറയാണോ, അച്ഛൻ അമ്മേനെ തല്ലിയെന്നോ, എന്താ കേൾക്കുന്നേ? അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്താടാ നിനക്ക് വിശ്വാസമായില്ലേ? എന്റെ കവളത്തോട്ട് നോക്ക്, നിന്റെ അച്ഛൻ തല്ലിയ പാടാത് എന്നും പറഞ്ഞ് ചന്ദ്ര ബഹളം വെക്കാണ്. സച്ചി ചോദിക്കാണ്, എന്താ അച്ഛൻ ഇതൊക്കെ? അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ലല്ലോ, പിന്നെ ഇപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിക്കാണ്. എടാ മോനെ, ഒരിക്കലും ഭാര്യ തല്ലുന്നത് ഒരാണിന് ചേർന്നല്ലെന്നാ ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെങ്കിൽ ചില സന്ദർഭങ്ങളിലെ നമുക്കതൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തില്ലെങ്കിലേ നമ്മുടെ പൗരുഷം തന്നെ ഇല്ലാതായി പോവും. അത്തരത്തിലുള്ള പ്രവൃത്തിയാ ദൈവളൊക്കെ കാണിക്കുന്നത്. എന്താ അച്ഛാ, എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ്. രാവിലെ രേവതി മോള് ഇത്ര നേരം കഷ്ടപ്പെട്ട് ഇവിടെ കിടന്ന്
മാട് ജോലി എടുക്കുന്ന ജോലി എടുത്തോണ്ടിരിക്കുക. എന്നിട്ടും അതൊക്കെ ഒന്നും തികയുന്നില്ല. അവളുടെ ശ്രുതിമോക്കും വേണ്ടി രാവിലെ ഇടിയപ്പോ ചപ്പാത്തി സ്പെഷ്യൽ ഉണ്ടാക്കണം പോലും. ഈ രണ്ട് അവളുമാർക്ക് വേണ്ടിയിട്ട് അവനും വേണ്ടിയിട്ട് അങ്ങ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് രവി പറയുമ്പം ദേഷ്യത്തോടെ നോക്കാണ് ശ്രുതി. രവി പറയുന്നുണ്ട്, മോളെ നീ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് കാര്യമായ കാര്യം തന്നെയാ. നിനക്ക് കിട്ടിയ എന്തെങ്കിലും വേണമെങ്കിലേ ഇവിടെ അടുക്കളയുണ്ട്, ഗ്യാസ് ഉണ്ട്, സാധനങ്ങളുണ്ട്. വേണമെങ്കിൽ കയറി ഉണ്ടാക്കി കഴിച്ചോണം. അല്ലാതെ രേവതി മോള് നിന്റെ ഒന്നും വേലക്കാരിയോ അടിമയോ അല്ല എന്ന് പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, അയ്യോ അങ്കിളെ, ഞാൻ പറഞ്ഞില്ലെങ്കിൽ ചപ്പാത്തിയോ ഇതൊന്നും വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാന് രേവതി എന്തുണ്ടാക്കുന്നു അത് കഴിച്ചോളാം, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. കണ്ടല്ലോ, അവൾക്ക് പോലും കുഴപ്പമില്ല, പിന്നെ നിനക്കാണോ പ്രശ്നം എന്ന് ചോദിച്ച ചന്ദ്രയുടെ നേരെ വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് രവീന്ദ്രൻ പറയാണ്, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. അല്ലാതെ ഇനി മേലാൽ രേവതി മോളെ മെക്കിട്ട് കയറാൻ നോക്കിയാണ്ടല്ലോ അടിച്ചിട്ട് ശരിയാക്കും. പോരാഞ്ഞിട്ട് രേവതി മോളെ അച്ഛനെ കുറിച്ച് മോശം പറയുന്നു. എന്റെ വണ്ടിയിലല്ല അദ്ദേഹം പോയി ചാടേണ്ടത്, ഒരു ട്രെയിനിന് മുമ്പിലായിരുന്നു പറഞ്ഞിട്ട് ഇവൾ ഓർന്നൊക്കെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് രവി പറയുമ്പം സച്ചി പറയാണ്, അല്ലെങ്കിലും അമ്മയ്ക്കുള്ളതാ എപ്പോഴും രേവതിയെ കുത്തി നോവിച്ചോണ്ടിരിക്കാന്. കുറെയായി ഞാൻ ക്ഷമിക്കുന്നു. ദാ ഈ പൗഡർ എടുത്തി മലേഷ്യയിൽ അച്ഛനുണ്ട്, മലേഷ്യയിൽ അനിയനുണ്ട്, മലേഷ്യയിൽ മറ്റവരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ആരും ഇങ്ങോട്ട് കാണാറില്ലല്ലോ. അപ്പോഴേക്കും ശ്രുതി പറയാണ്, എടാ അച്ഛൻ ജയിലിലാണെന്ന് നിനക്ക് അറിയില്ലേടാ? പിന്നെ അറിയാം, കുറെ കാലം കൊണ്ട് ഇത് തന്നെയാ കേൾക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, എന്താണേലും ആരുണ്ടെങ്കിലും ദാ ഇപ്പൊ കാശ് അയച്ചു കൊടുത്ത് കണ്ടില്ലേ, അത് പോരടാ. നിന്റെ ഭാര്യ വീട്ടിന്ന് നിനക്ക് എന്ത് കിട്ടടാ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടുന്ന കാശും കൊണ്ട് ജീവിക്കുന്ന ഓരോ കൊഞ്ഞാണനൊന്നുമല്ല ഞാൻ. എനിക്ക് കഷ്ടപ്പെട്ടെന്റെ ഭാര്യ നോക്കാൻ അറിയാം. അതുപോലെ തന്നെ എന്റെ ഭാര്യ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടത് തരുന്നുണ്ട്. ഞങ്ങള് അങ്ങനൊരു ധാരണയില്ല പോണത്. അല്ലാതെ ഇവനെ പോലെ പെണ്ണുമ്പിള്ള വീട്ടിൽ നിന്ന് എന്ത് കിട്ടും നോക്കി വായും പൊളിച്ചിരിക്കലല്ല എന്റെ ജോലി. ദാ എനിക്ക് വേറെ അനിയനുണ്ടല്ലോ, എന്റെ ശ്രീകാന്ത്. അവന്റെ ഭാര്യയോ കോടീശ്വരിയാ. അവർ അമ്മ പറഞ്ഞതാ ഒരു ഹോട്ടലിൽ ഇട്ട് കൊടുക്കാന്ന്. എന്നിട്ട് അവൻ കേട്ടോ? ഇല്ല, അവൻ പഠിച്ച ജോലിക്ക് അവൻ നന്നായിട്ട് അധ്വാനിച്ച് അവൻ ജീവിക്കുന്നത്. അങ്ങനെ വേണം ആണുങ്ങള്. അല്ലാതെ ഭാര്യയുടെ സ്ത്രീധനവും സ്വത്തും കണ്ടോണ്ടല്ല ജീവിക്കേണ്ടത്. അവനെയൊക്കെ ആണെന്ന് എങ്ങനെയാമേ പറഞ്ഞേ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയെ നന്നായിട്ട് കൂട്ടുന്നുണ്ട് നമ്മുടെ സച്ചി. ശ്രുതിയാണെങ്കിലോ എനിക്ക് ആഹാരം വേണ്ട ഇവിടുന്ന്. ശ്രുതി നീ വരുന്നുണ്ടോ? നമുക്കൊല്ല ഹോട്ടലിൽ പോയി കഴിക്കാം. അല്ലാതെ ഇത്രയും കുത്തുവർത്താനം കേട്ടുകൊണ്ട് ഇവിടുന്ന് ആഹാരം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ പൊക്കോ, അത് തന്നെ നല്ലത്. രേവതി, പലതവണ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ള കാര്യമാണ്. ഇവിടെ എല്ലാവർക്കും വെച്ചുളമാണ് നിൽക്കണമെന്ന്. എല്ലാവർക്കും കൈയും കാലും ഒക്കെ ഉണ്ട്. അവരൊക്കെ വേണ്ടത് വെച്ചുണ്ടാക്കി കഴിച്ചോളും. നീ ഇവിടുത്തെ അടിമയൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് രേവതിയെ വഴക്ക് പറയുന്നുണ്ട്. രവീന്ദ്രൻ പറയാണ്, ഇനി മേലാൽ നിന്റെ നാക്കെങ്ങാണം രേവതിയുടെ മുമ്പില് ഇതുപോലെ കിടന്ന് ബഹളം വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിന്റെ നാക്ക് പിഴിഞ്ഞാൻ പുറത്തു കളയും. നീ ഓർത്തോ, ഇത് നിന്റെ ലാസ്റ്റ് വാണിംഗ് ആയിരിക്കും. ഇനി എങ്ങാണ് നീ അനുസരിക്കാതിരുന്നാല് എന്റെ തടി സ്വരൂപം നീ കാണുമെന്നും പറഞ്ഞിട്ട് അവിടുന്ന് രവീന്ദ്രൻ പോകുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, രവീന്ദ്രൻ പോയ പുറകെ ചന്ദ്ര പറയുന്നുണ്ട്, നിനക്ക് സമാധാനമായില്ലടി, മതിയായില്ലടി. അങ്ങേര് ആദ്യമായിട്ടാ എന്നെ തല്ലിയത്. നിനക്കപ്പ തൃപ്തിയായി കാണുമല്ലോ അല്ലേ എന്ന് പറയുന്നുണ്ട്. അമ്മേ, ഞാൻ പറഞ്ഞൊന്നുമല്ല അമ്മേനെ അച്ഛൻ തല്ലിയത്. അമ്മയുടെ കയ്യിലിരിപ്പോണ്ട് തന്നെയാ എന്നും പറഞ്ഞിട്ട് രേവതി രണ്ട് ഡയലോഗ് അടിച്ചിട്ട് കയറി പോവാണ്. ഡീന്നും പറഞ്ഞ് ചന്ദ്രൻ നിൽക്കുമ്പോഴേക്കും സച്ചി പറയാണ്, നല്ല ഡയലോഗ്, അത് കലക്കി. അമ്മയുടെ കയ്യിലിരിപ്പോണ്ട് തന്നെയാ കിട്ടിയത്. അതവള് പറഞ്ഞത് സത്യമായ കാര്യം തന്നെയാ. ഇനി എന്താ അച്ഛനെ വിളിക്കണമെന്ന് ചോദിച്ചിട്ട് സച്ചി അവളെ കളിയാക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രയാണെങ്കിൽ വീണ്ടും പല്ലിറുമ്മിക്കൊണ്ട് അകത്തേക്ക് കയറി പോവാണ്.